നമ്മളിപ്പോൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJP ഇവിടെ നിന്ന് ഈ വർത്തമാനം കൊണ്ട് ലക്ഷ്യമാക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് ഒരു മുസ്ലിം അപ്പീസ്മെന്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഈ മുഖ്യ പോയിന്റ് എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗിന്റെ 2006 ദേശീയ വികസന സമിതി യോഗത്തിലെ പ്രസംഗം തൊട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികകൾ വരെ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുണം ന്യൂനപക്ഷങ്ങൾക്കാണ്, മുസ്ലിങ്ങൾക്കാണ് എന്ന് സ്ഥാപിക്കലാണ് ആത്യന്തികമായ ലക്ഷ്യം. അഭിലാഷ്, ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷേമവും പുരോഗതിയൊക്കെ പരിഷ്കൃത കാലത്ത് വിലയിരുത്തപ്പെടുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പാർശ്വവൽകൃതർ, പിന്നോക്ക വിഭാഗങ്ങൾ, പിന്നണിയിൽ നിൽക്കുന്നവരൊക്കെ എത്തരത്തിൽ വിഭവ ലഭ്യതയ്ക്ക് അർഹരാണ്, സർക്കാർ എത്തരത്തിൽ അവരെ സമീപിക്കുന്നു എന്നതുകൂടി ആശ്രയിച്ചാണ്, എന്നതുകൂടി വിലയിരുത്തിക്കൊണ്ടാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ ദളിതരെക്കാളുമോ അല്ലെങ്കിൽ ദളിതരോടൊപ്പമോ പിന്നോക്കക്കാരാണ് എന്ന് നിരവധി സർവേകൾ, അത് ധനകാര്യ കമ്മീഷൻ ആശ്രയിക്കുന്ന വളരെ വിശ്വാസ്യതയുള്ള നിരവധി സർവേകൾ, മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെ പലതുവഴി രംഗത്ത് വന്നു ഒന്നാണ് തീർച്ചയായിട്ടും ദളിതരോടും ആദിവാസികളോടും ഒപ്പം അത്തരം ആളുകളെ കൂടി മുന്നണിയിലേക്കും മുഖ്യധാരയിലേക്കും കൊണ്ടുവരേണ്ടത് ഒരു സർക്കാരിൻ്റെ ആവശ്യമാണ്. എന്താണ് അതിന് തർക്കമുള്ളത്? അതിനുവേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് സമുദായത്തിൻ്റെ നിറമില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം എടുത്താൽ മുസ്ലിം വിഭാഗമാണ് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നത് എന്നുള്ളൊരു സത്യം. ആ സത്യത്തെ വിളംബരം ചെയ്യുന്നതിന് എന്തിനു മടിക്കുന്നു? ഇതിനെയൊക്കെ ഈ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവിടെ BJPയുടെ സ്നേഹിതൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ മയപ്പെടുത്തി മുസ്ലിങ്ങളെയല്ല കോൺഗ്രസിനെയാണ് എന്നൊക്കെ പറഞ്ഞ് വഴിമാറുന്നത്. കാരണം കേരളത്തിൽ ഇത്രക്ക് പച്ചയായ വർഗീയത BJPക്ക് അനുഭാവികൾ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ, ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾ, ഞാൻ അതിനെ ദേശീയ ചാനൽ എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആ ചാനലുകളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടങ്ങളിലൊക്കെ ആങ്കർമാരായി വന്നിരിക്കുന്ന ആളുകൾ വിളമ്പുന്ന വിഷവും അവിടെ BJP പ്രതിനിധികളായി ഇരിക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു നിന്ന് പോകും. നമുക്ക് പിന്നെ ആ TV ചാനൽ കാണുന്ന ആഗ്രഹം പോലും ഉണ്ടാകില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഈ വിഷയമൊക്കെ പ്രതിലോമകരമാണ് എന്നെങ്കിലും പറഞ്ഞ് മുന്നോട്ട് വരാൻ ഒരുപിടി ചാനലുകളും ആങ്കർമാരും BJPയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നവർ പോലും വിഷയങ്ങളെ പൊതിഞ്ഞുകെട്ടി പറയാൻ ശ്രമിക്കുന്നതൊക്കെ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിലൊക്കെ ഈ രാജ്യത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അവർക്ക് ഒരു പുൽവാമയെ പോലെ വീണ് കിട്ടിയ ഒന്നായിട്ട് ഇതിനെ മാറ്റുകയാണ്. ഏതായാലും മറ്റ് അത്യാഹിതങ്ങളൊന്നും ഈ രാജ്യത്ത് സത്യപാൽ മല്ലിക് പറഞ്ഞതുപോലെ സംഭവിച്ചില്ല. ഈ വിഷയം വെച്ചുകൊണ്ട് പിടിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ശ്രമം. ആ ശ്രമത്തിന് കാരണം വളരെ കൃത്യമാണ്. ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസിന് ഇത്തവണ ലോക്സഭയിലുള്ള സീറ്റുകളുടെ എണ്ണം ജയിച്ചു കയറാൻ കഴിയുമെന്ന മട്ടിലുള്ള വിശ്വാസ്യതയേറിയ പല സർവേ റിപ്പോർട്ടുകളും വിവരണങ്ങളൊക്കെ വരുന്നുണ്ട്. രാജ്യത്താകമാനം ഹിന്ദു മുസ്ലിം വിഭജനത്തിൻ്റെ അപ്പുറത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ജീവിത സാഹചര്യങ്ങളുടെ കുറ്റകരമായ അനാസ്ഥയും ഒക്കെ വലിയ ചർച്ചയായി വരുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് മുന്നിൽ BJP ആലില പോലെ വിറക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും പരാജയ ഭീതിയിലാണ്. ഉത്തരേന്ത്യയിൽ എവിടെയും BJPയുടെ കഴിഞ്ഞ കാലത്തെ വർഗീയ വിഷപ്പുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് മടക്കി കൊണ്ടുപോകാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് അസത്യ പ്രചരണം നടത്തുകയാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോയെ കുറിച്ചൊക്കെ അദ്ദേഹം ഇത്ര കണ്ട് പരസ്യമായിട്ട് ഒരു അസത്യം പറയുക എന്ന് പറഞ്ഞാൽ, ഒരു പരസ്യമായ ഒരു ധവളപത്രമോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു വിളംബരമോ ഒക്കെ ആണല്ലോ ഈ മാനിഫെസ്റ്റോ, ഏത് പാർട്ടിയുടേതാണെങ്കിലും. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പ്രധാനമന്ത്രി ഒരു അസത്യ പ്രചരണത്തിന് തുടക്കമിടുക, അത് തിരുത്താതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ഭുതമാണ്. ലോക രാജ്യങ്ങളൊരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെയും BJPയൊക്കെ നോക്കി മൂക്കത്തിൽ വിരൽ വെക്കുന്നുണ്ടാവും. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇതൊക്കെ കണ്ട് നിർനിമേഷരായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിഷ്പക്ഷത ഏത് തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ ഭീതി നമ്മളിൽ ഉണ്ടാവുകയാണ്. ഈ രാജ്യത്തൊരു ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യാതൊരു തർക്കവും വേണ്ട അഭിലാഷ്, BJP 100-ലധികം സീറ്റുകളുടെ മുകളിൽ 150-ന് താഴെ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും. അതിനപ്പുറത്തേക്ക് അവർ മുന്നോട്ട് പോവുകയില്ല. ആ സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അത് മറികടക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഈ ഭാരതം എന്ന ഈ വലിയ ഇരിക്കുന്ന കൊമ്പിനെ വെട്ടിമുറിച്ചുകൊണ്ടാണ് അവർ നിലനിൽപ്പിന്റെ മാർഗങ്ങൾ ആരായുന്നത്. തീർച്ചയായിട്ടും അത്
അതിനെ CPM കേരളത്തിൽ എൻഡോഴ്സ് ചെയ്യുന്നൊരു സമീപനം അത് തീർത്തും ദുഃഖകരമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണനൊന്നും അതിൻ്റെ ആളല്ല എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പിണറായിസം കലർന്ന കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന PV അൻവറിനെയൊക്കെ കയറൂരി വിട്ട് അദ്ദേഹത്തെ ഒന്ന് തിരുത്താൻ പോലും തയ്യാറല്ലാത്ത വലിയ നിരാശയാണ് വളരെ ശക്തമായി 2 ദിവസവും അതിനെതിരെ സംസാരിച്ചു. ഞാൻ